പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം അബൂ ദാവൂദും മറ്റും ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമു ലൈലത്തിൻ. ആരെങ്കിലും ഒരു ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് നമസ്കരിക്കുകയും അയാൾ നമസ്കാരത്തിൽ നിന്ന് പിന്തിരിയുന്നത് വരെയും അയാളെ തുടർന്ന് നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തുന്നതാണ്. ഈ ഹദീസുകൾ സമാനമായ മറ്റൊരു ഹദീസും കാണാം. ഇതൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചത് രാത്രി നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ റമദാനുമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തത് തഹജ്ജുദ് നമസ്കാരത്തിലാണ്. എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്നതാണ് ഖുർആൻ മുൻഗണന കൊടുത്തത്. ഏറ്റവും ഉത്തമവും ഏറ്റവും ശ്രേഷ്ഠകരവും അത് തന്നെയാണ്. അതിനാണ് ഖിയാമുൽ ലൈൽ എന്ന് പേര് പറയും. റമദാനിലാകുമ്പോൾ ഖിയാമുർ റമദാൻ എന്ന് പറയും, തറാവീഹ് എന്ന് പറയും, വിത്തർ എന്നൊക്കെ പദങ്ങളൊക്കെ വന്നതും ഈ രാത്രി നമസ്കാരത്തെയാണ്. പക്ഷെ എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാരത്തെ റമദാനിലാകുമ്പോൾ പള്ളിയിൽ ഒരു ഇമാമിന്റെ പിന്നിൽ ജമാഅത്തായിട്ട് നമസ്കരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശീലിപ്പിച്ചത്. അപ്പൊ സാധാരണ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റമദാൻ മാസത്തിലെ ഏറ്റവും ഉത്തമം ഏതാ എന്ന് ചോദിച്ചാൽ അയാൾക്ക് തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കലാണ് ഉത്തമം എന്നതാണ് പണ്ഡിതന്മാർ. റമദാനിൽ അതാണ് ഉത്തമം, അയാൾക്ക് തഹജ്ജുദിന്റെ കൂടി തന്നെ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം മറ്റൊന്ന്, ഒരു ഇമാമിനെ പിന്തുടർന്ന് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഫർദ് നമസ്കാരത്തിലാണെങ്കിൽ ഇമാമിനെ അയാളുടെ നമസ്കാരത്തിന്റെ അവസാനം വരെയും പിന്തുടരൽ നിർബന്ധമാണ്. ഒരാള് 4 റക്അത്ത് നമസ്കാരം ഇമാമ 5 ആക്കി നിസ്കരിച്ചാൽ നമുക്ക് വേറെ ചോയ്സ് ഇല്ല, അയാളുടെ കൂടെ 5 നമസ്കരിക്കലാണ്. കാരണം ഇമാമുമായി നമുക്ക് വേർപിരിയാൻ പറ്റൂല. ഇമാമ് വേർപിരിയാതെ അപ്പൊ ഇമാമിനെ നമ്മൾ മഅ്മൂമായി പിന്തുടർന്നാൽ ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുന്നത് നിർബന്ധമായി, നിസ്കാരം മാത്രമേ പോകും. മറ്റ് സുന്നത്ത് നമസ്കാരത്തിൽ നമുക്കൊരു ഇളവുള്ളത്, ഓരോ 2 റക്അത്ത് കഴിയുമ്പോൾ നമ്മൾ ഇമാമുമായി വേർപിരിയാണ്. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 2 റക്അത്ത് കഴിയുമ്പോൾ ഇമാമിനെ വേർപിരിയാനുള്ള ഒരു ഇളവ്, ഒരു അവസരം അവിടെ ഉണ്ട്. അതുകൊണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ ഒരു ഇമാമിനെ പിന്തുടർന്ന് നിസ്കരിക്കുക. അയാളുടെ നിസ്കാരം എത്രയാണോ അത് പൂർത്തിയാകുന്നത് വരെ നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചാൽ എത്ര പ്രതിഫലം കിട്ടും അത്രയും കിട്ടുമെന്നാണ്. ഈ ഹദീസിന്റെ വിശുദ്ധ പണ്ഡിതന്മാര് പറഞ്ഞു, ഒരാള് ഇമാമിനെ കൂടെ ഒരു 8 റക്അത്ത് നിസ്കരിച്ചു, അയാള് പിന്നെ ബാക്കി വീട്ടിൽ പോയി നിസ്കരിച്ചു എന്ന് വിചാരിക്കാം. രാത്രി നമസ്കാരം ഒരു അല്പം വിശാല സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അത് പാടില്ല എന്ന കർക്കശമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ പ്രതിഫലം അയാൾക്ക് കിട്ടില്ല. ഏത് രാത്രി മുഴുവൻ നമസ്കരിച്ചാൽ കിട്ടുമെന്നും പറഞ്ഞ പ്രതിഫലം ഇമാമിനെ അയാൾ നിസ്കാരം പൂർത്തിയാക്കാതെ പിന്തിരിഞ്ഞു പോയ ആൾ കിട്ടില്ല. അത് ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അവന് രാത്രി പകുതി നിന്ന് നിസ്കരിച്ച അത്രയും പ്രതിഫലമുണ്ടെന്ന്. അപ്പൊ അത് രാത്രി ഇശ ഒറ്റയ്ക്ക് നിസ്കരിച്ച ഒരാളെ സംബന്ധിച്ച് അയാൾ നിസ്കാരം ഇശ നിർവഹിച്ചത് വീടും, പക്ഷെ രാത്രി പകുതി ഭാഗം മുഴുവൻ നിസ്കരിച്ച അത്ര പ്രതിഫലം അയാൾ കിട്ടില്ല. കാരണം അയാൾ ജമാഅത്തിൽ പങ്കെടുത്തില്ല. സുബഹി നമസ്കാരത്തെ കുറിച്ച് നബി പറഞ്ഞു, ആരെങ്കിലും സുബഹി ഇമാമോട് കൂടി നമസ്കരിച്ചാൽ അയാൾക്ക് രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പൊ ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുക സുബഹി, അയാൾക്ക് സുബഹിന്റെ കൂലി കിട്ടും. പക്ഷെ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന് കൂലി കിട്ടണമെങ്കിൽ ഇമാമോടുകൂടി ജമാഅത്തിൽ പങ്കെടുത്താൽ കിട്ടുമെന്ന് അർത്ഥം. എന്നതുപോലെയാണ് ഇവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരാൾ ഇമാമിന്റെ കൂടെ അയാളെ പിന്തുടർന്ന് നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ
അത് അയാൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്നർത്ഥം. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ റമദാനില് ഈ തഹജ്ജുദ് ജമാഅത്തായി നിസ്കരിക്കാൻ തന്നെയാണ് നബിക്ക് നിർദ്ദേശിക്കപ്പെട്ടത്. പിന്നെ 3 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നതൊക്കെയും അവിടെ നബി ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കപ്പെടുമെന്ന ഭയമുള്ളത് കൊണ്ടാണ്. നമുക്ക് അപ്പോഴും ഉത്തമം എന്താണ്? ഇത് തന്നെയാണ്. പക്ഷെ നബി എന്താണ് അത് തുടരാതിരുന്നത്? നിർബന്ധമാക്കപ്പെടുമെന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇത് തന്നെ തുടരൂ എന്നർത്ഥം. അപ്പോൾ ഈ ഹദീസിന്റെ വിഷയം പണ്ഡിതന്മാർ പറഞ്ഞോ, ഇപ്പൊ നിലവിൽ ആ ഭയമില്ല. ഏത് ഭയം? ഇനി നമ്മുടെ മേലെ ഒരു ഹുക്മ് വരും എന്നുള്ള ഭയം ഇല്ലല്ലോ. അപ്പോ നബി എന്തുകൊണ്ടാണ് അത് തുടരാതിരുന്നത്? ആ ഭയം ഉള്ളത് കൊണ്ടാണ്. ഇനി ആ ഭയത്തിന് പ്രസക്തി ഇല്ല. അപ്പൊ എന്താണ് നബി ആഗ്രഹിച്ചത്? നബി തുടരാൻ ആഗ്രഹിച്ചത് അതിനാണ് റമദാനിൽ ഉത്തമം എന്നതാണ് പണ്ഡിതന്മാർ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ഏതാണോ നമുക്ക് ഉത്തമം, ഏതാണ് ഏറ്റവും പ്രതിഫലാർഹം, ഏതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താല്പര്യം കാണിച്ചത്, അത് ഫോളോ ചെയ്യലായിരിക്കും നമ്മൾ തിരിച്ചറിയാം. എന്നാൽ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പ വിശാലത ഉള്ളത് കൊണ്ട് പലതും അത്ര വിഷയത്തിൽ ഒരു കർക്കശമായ നിലപാട് പറയാത്തത് കൊണ്ടാണ് ചില വിഷയങ്ങൾ നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. പക്ഷെ നമ്മൾ അതിൽ ഉത്തമവും പ്രതിഫലാർഹവും ഏതാണെന്ന് മനസ്സിലാക്കി പിന്തുടരാൻ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.